അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു പ്ലസ് ബട്ടണാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ നമ്മൾ ഗാലറിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പെൻ ടൂൾ കാണാം. റൈറ്റ് സൈഡിൽ പെൻ ടൂൾ കാണാം. ആ പെൻ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് ട്യൂൺ ഇമേജ് എന്നുണ്ട് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷനൊക്കെ നമുക്കിവിടെ ഇടയിലുള്ള സ്വിച്ചിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് താഴോട്ട് അപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ എഡിറ്റ് ചെയ്യുന്നത് ഒരു നൈറ്റ് മോഡ് എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡ്രീം നൈറ്റ് ബോർഡാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റൊക്കെ കുറച്ച് കുറയ്ക്കാനാണ് ചെയ്യേണ്ടത്. നമുക്കത് കുറച്ച് കൊടുക്കാം. ഒരു -24 വരെ കുറയ്ക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ മൈനസ് ചെയ്യുന്നുണ്ട്. സാച്ചുറേഷനും അതേപോലെ തന്നെ മൈനസ് ആക്കുന്നുണ്ട്. ആംബിയൻസും കുറച്ച് മൈനസ് ചെയ്യുന്നുണ്ട്. ഹൈ ടോണും കുറച്ച് മൈനസ് ചെയ്യുന്നുണ്ട്. 30 വരെ മൈനസ് ചെയ്യുന്നുണ്ട്. ഷാഡോയും കുറച്ച് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മൈനസ് ചെയ്ത ശേഷം നമുക്കിവിടെ റൈറ്റിൽ ടിക്ക് കാണാം. ആ ടിക്ക് ബട്ടൺ കൊടുക്കാം. ടിക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ പെൻ ടൂൾ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഷാർപ്പ്നെസ്സൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ റൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പെൻ ടൂൾ സെലക്ട് ചെയ്ത ശേഷം താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിൻറ്റേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൻറ്റേജിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ ഓരോന്ന് മാറ്റി നോക്കി അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓപ്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. 12ാമത്തെ ഓപ്ഷനാണ് എടുക്കുന്നത്. 12ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ബ്രൈറ്റ്നസ്, സാച്ചുറേഷനൊക്കെ ഉണ്ട്. അതും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറയ്ക്കണം. സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാച്ചുറേഷൻ നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റീഡൗൺ ആയിട്ടുള്ള ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ഈ സ്വിച്ചാണത്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ എഡിറ്റ്സ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ബ്ലൂ ലൈറ്റിൽ കാണുന്ന നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പെൻ ടൂൾ കാണും. പെൻ ടൂൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫേസ് മാത്രമാണ് നമ്മൾ എറേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0 വെച്ചിട്ട് വേണം എറേസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വരിക. അവിടെ ബാക്ക് സ്വിച്ച് ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ പെൻ ടൂൾ സെലക്ട് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ നമുക്ക് ആഡ് ഇമേജ് കൊടുക്കാൻ പറ്റും. അത് 2 ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതാണ് ഈ സ്വിച്ച്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലസ് ബട്ടൺ ഇവിടെ കാണാം ഇമേജിൻ്റെ ഇവിടെ. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു നൈറ്റ് എഫക്റ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്.
അത് ഓക്കെ കൊടുത്ത ശേഷം വീണ്ടും ഇവിടെ എഡിറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ വ്യൂ എഡിറ്റ് കൊടുക്കാം. അതിൽ നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച ശേഷം ഇറേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കാം. കൂടാതെ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ഒരു എഡിറ്റും കൂടി ചെയ്യാനുണ്ട്. പ്ലസ് ചെയ്ത ശേഷം നമുക്കിവിടെ ബ്രൈറ്റ്നസ് ഉള്ളതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് കിട്ടുന്നൊരു ഇത്. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഓക്കെ കൊടുക്കുക, ബാക്ക് വരിക, വീണ്ടും പെൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റെഡ് കാണാം. റെഡ് കളർ നമുക്ക് എല്ലാം ഒഴിവാക്കി കൊടുക്കാം. റെഡ് കളർ നമ്മൾ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഗ്രീന് നമുക്ക് അല്പം കുറച്ച് കൊടുക്കാം. വീണ്ടും ബ്ലൂ എടുത്തിട്ട് ബ്ലൂ അല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരു നൈറ്റ് എഫക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുക. നമ്മൾ വീണ്ടും ആ മുകളിൽ സ്വിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വ്യൂ എഡിറ്റ് എന്നുണ്ടാവും. വ്യൂ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പെൻ ടൂളോട് നമുക്ക് സെലക്ട് ചെയ്യാം. പെൻ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഫേസിൽ വന്നിട്ടുള്ള ബ്ലൂ ലൈറ്റ് മാറ്റണം. അപ്പോൾ ബ്ലൂ നമുക്ക് ഒഴിവാക്കുകയാണ് ഫേസിലുള്ളത്. അപ്പോൾ നമ്മൾ സ്കിന്നിലുള്ള ബ്ലൂ എഫക്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ ബാക്ക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരികയാണ്. ഇനി നമ്മൾ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടുത്ത ലെയർ കൊടുക്കുകയാണ്. അപ്പോൾ ലെയർ സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫുള്ള് ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് എന്നുള്ള സ്വിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് ബ്രൈറ്റ്നസ് അവിടെ കിട്ടും. ഇനി നമുക്ക് ഈ ഫോട്ടോൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം താഴെ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള സ്വിച്ച് കാണാം. ഓക്കെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. സേവിങ് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് ഫോട്ടോ സേവ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് വളരെ എളുപ്പത്തിൽ പഠിക്കാം. 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.